ആണ്. അപ്പോൾ ഒരു കുട്ടി സ്കിൻ കെയർ ചെയ്താലോ എന്ന് വിചാരിച്ച് ഓടിപ്പോയി കുറച്ച് കോഫി പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം അതിലേക്ക് നല്ല പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. അതിന് ശേഷം അതിലെ കട്ടകളെല്ലാം ഉടയ്ക്കുക. അതിന് ശേഷം ഒരു 4-5 ഡ്രോപ്പ് തക്കാളി നീര് ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്യാവുള്ളൂ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ്. ഹണി ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ചേർക്കുക. എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഹണി ചേർക്കും. പിന്നെ നല്ല മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് ഹണി കുറച്ചധികം ഞാൻ ചേർക്കാറുണ്ട്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചേർക്കാം. നോർമൽ സ്കിന്നാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർ കുറച്ച് ചേർത്താൽ മതി. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അതിലെ ലെംസൊക്കെ കളയുക, തരി ഉള്ള കട്ട ഇരിക്കുന്നതൊക്കെ നന്നായിട്ട് കളയുക. അതിന് ശേഷം കുറച്ച് നേരം സെറ്റാകാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം നമ്മൾ ഓടിപ്പോയി ഫേസ് വാഷ് ചെയ്യുക. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് മുഖമൊക്കെ നന്നായിട്ട് തുടയ്ക്കുക. എന്നിട്ട് നമ്മുടെ മുടിയിലേക്കും ചെവിയിലേക്കും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് വലിച്ച് കയറ്റിയിടുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഒരു സർക്കുലർ മോഷനിൽ നമുക്ക് ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യണമെങ്കിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് നല്ലത്. കാരണം ഞാൻ 2 സ്റ്റെപ്പായിട്ട് ചെയ്യാറില്ല. സ്ക്രബിങ്ങും ഫേസ് പാക്കും ഇങ്ങനെ 2 സ്റ്റെപ്പായിട്ട് ചെയ്യാറില്ല. രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. ഭയങ്കര ഹാർഷായിട്ട് മസാജ് ചെയ്ത് ഭയങ്കര സോഫ്റ്റായിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മസാജ് ചെയ്യുക. നമ്മുടെ പിഗ്മെൻറ്റേഷനുള്ള ഏരിയയിലൊക്കെ മസാജ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. മുഖം മാത്രം മിനിങ്ങിയ പോരാ, മുഖത്തോടൊപ്പം കഴുത്തിലും അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ ചെവീൻ്റെ ഈ അറ്റത്ത് മാത്രം തേക്കാറുണ്ട്, മുകളിലേക്ക് തേക്കാറില്ല. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഫേസ് കഴുകുക. ടൈം പറയുന്നില്ല ഫേസ് പാക്ക് എത്ര മിനിറ്റ് വെക്കണം, അത് ഓരോരുത്തർ സ്കിൻ അനുസരിച്ചാണ്. ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോൾ തന്നെ കഴുകി കളയും. അതിനുശേഷം നമ്മൾ നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുക. ഒരു ടോണർ അടിക്കുക. ടോണർ അടിച്ചപ്പോൾ നല്ല സുഖം. അതിനുശേഷം നന്നായിട്ട് ഡാപ്പ് ചെയ്യുക. ഡാപ്പ് ചെയ്യുക. അതിന് ശേഷം മുടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എയർ ബാൻഡ് വലിച്ച് കയറ്റുക, ഒരു ഹെയർ ബോ വലിച്ച് കയറ്റുക. ഓക്കെ, അതിനുശേഷം നല്ലൊരു സീറം അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മോയ്സ്ചറൈസർ നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സീറം ഇടണം. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസർ എപ്പോഴും ഇങ്ങനെ വരെ തേക്കാറില്ല, പുറത്ത് പോകുമ്പോൾ മാത്രമേ തേക്കാറുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ സീറം നന്നായിട്ട് തേക്കും. ഒരു 3 ഡ്രോപ്പ് സീറം, 3-4, എൻ്റെ ചെറിയ ഫേസ് ആയതുകൊണ്ട് ഞാൻ 3 ഡ്രോപ്പ് എടുത്തു. അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഈവനായിട്ട് എല്ലാ ഏരിയയിലും എത്തുന്ന രീതിയിൽ പതുക്കെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള, എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഈ മൗത്തിന് ചുറ്റും ലിപ്സിൻ്റെ അവിടെയൊക്കെയായിട്ട് കുറച്ചധികം പിഗ്മെൻറ്റേഷനിൽ, അപ്പോൾ ആ ഏരിയയിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഞാനിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ സാധനം വെച്ചിടത്തിൽ കാണില്ല. യെസ്, കിട്ടി ഗൈസ്, എൻ്റെ ബാഗിലുണ്ട്. മറ്റൊന്നുമില്ല, എൻ്റെ ലിപ് ബാം. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ലിപ് ബാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇത് ഞാൻ കുളിച്ചതാണ് ഗൈസ്. ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് കുളിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെയറിൽ നന്നായിട്ട് ഒരു സിറം നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുക. മുടിന് ഡ്രൈനെസ്സൊക്കെ മാറാൻ വേണ്ടി. നല്ല ഡ്രൈ ഹെയർ ആണ്, അതുകൊണ്ട് കുളിച്ച ശേഷം ഒരു സീറം നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. മുടി കണ്ണിൽ വീഴാതിരിക്കാൻ എഗെയിൻ ഒരു ഹെയർ ബോ വലിച്ച് കയറ്റി മുടി 2 സൈഡിലേക്കും ഒതുക്കുക. കഴിഞ്ഞു ഗൈസ് ഇന്നത്തെ സ്കിൻ കെയർ. ബൈ.